ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് സർപ്രൈസ്ഡ് ആയേക്കാം. അല്ലെങ്കിൽ മറ്റു ചിലർക്ക് വീഡിയോ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് വരാം. കാരണം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ആവറേജ് ലൈഫ് ജീവിക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല എന്നതിനെ കുറിച്ചിട്ടാണ്. യെസ്, ബീയിങ് ആൻ ആവറേജ് ഈസ് നോട്ട് ആക്ച്വലി എ ബാഡ് തിങ്. ബട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് സ്വപ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ ചേസ് ചെയ്യരുത്, എഫേർട്ട് എടുക്കരുത്, ഹാർഡ് വർക്ക് ചെയ്യരുത്, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യരുത്, അങ്ങനെയൊന്നുമല്ല. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മളെ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത്, അതായത് കമോൺ, നീ എന്ത് ഫീൽഡിലാണോ ഉള്ളത് അതിൽ നീ ബെസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ നീ ക്ലാസ് ടോപ്പർ ആവണം, അപ്പോഴേ ലൈഫിൽ സക്സസ്ഫുൾ ആവണം, അപ്പോഴേ ലൈഫിനൊരു മീനിങ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് നമ്മൾ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം, സമാധാനം, അതേപോലെ നമ്മുടെ ലൈഫിന് ഉണ്ടാകുന്ന ഒരു ബാലൻസ് ഉണ്ടല്ലോ, അതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ യെസ്, കം ഓൺ, ഗ്രാബ് എ കപ്പ് ഓഫ് കോഫി, ഗെറ്റ് കംഫർട്ടബിൾ, ലെറ്റ്സ് ഹാവ് എ റിയൽ ടോക്ക്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം ക്ലിയർ ആക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യം അല്ല. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇഫ് യു ഹാവ് എ ഡ്രീം, ഗോ ചേസ് ഇറ്റ് വിത്ത് ഓൾ യുവർ എഫേർട്ട്. പക്ഷേ നിങ്ങൾക്ക് ബെസ്റ്റ് ആവണ്ടെങ്കിലോ, നിങ്ങൾ ജസ്റ്റ് ഒരു ആവറേജ് പേഴ്സൺ ആണെങ്കിലോ, അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ലൈഫിലൊരു ഫെയിലിയറായി എന്നാണോ? നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ഒന്നും ഇല്ല എന്നാണോ? ആബ്സല്യൂട്ട്ലി നോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്. അവരാണ് ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സ്, നമ്മളെ കെയർ ചെയ്യുന്ന നഴ്സുമാർ, നമ്മളെ കേൾക്കുന്ന കൂട്ടുകാർ, നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാരൻസ്, ഇവരൊന്നും മാഗസിൻ്റെ ഫ്രണ്ട് കവറിലൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ബാങ്ക് അക്കൗണ്ടിൽ കുറേ കോടിക്കണക്കിന് പൈസ ഉണ്ടാവണോ എന്നൊന്നുമില്ല. ബട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആൻഡ് ദാറ്റ് സംതിങ് ടു ബി പ്രൗഡ് ഓഫ്. നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടല്ലോ ഒരു മോശം ശീലമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ ലേബൽ ചെയ്യും, ഇവൻ ഭയങ്കര സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇവൻ ഒരു ആവറേജ് ലൈഫാണ്, ഇങ്ങനെ ലേബൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ സക്സസ്ഫുൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഫെയിമാണോ, അതോ പൈസയാണോ, പവറാണോ, അതോ കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ലവ്, കൈൻഡ്നെസ്, ഇതൊക്കെയാണോ? ഡോണ്ട് നോ. ബട്ട് ശരിക്കും ഈ ആവറേജ് ആവുക എന്നതിനർത്ഥം നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ അല്ല എന്നല്ല. ഇറ്റ് ജസ്റ്റ് മീൻസ് യു ആർ ഹ്യൂമൻ. ആൻഡ് ഗെസ് വാട്ട്, ബീയിങ് എ ഹ്യൂമൻ ഈസ് പ്രിറ്റി അമേസിങ്. ഇനി നമുക്ക് നമ്മളുടെ സന്തോഷത്തെക്കുറിച്ച്, ഹാപ്പിനെസ്സിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ബേസിക് ആയുള്ള കാര്യങ്ങൾ, അതായത് താമസം, ഭക്ഷണം, സേഫ്റ്റി, ഇതൊക്കെ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് കുറേ പൈസയുണ്ട് അല്ലെങ്കിൽ കുറേ ഫേമസ് ആണ് എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ് സ്കൈ റോക്കറ്റ് ആവുമൊന്നുമില്ല. ആക്ച്വലി ശരിക്കും നമ്മുടെ ലൈഫിൽ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. അതായത് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, പാർക്കിലൂടെ ഒന്ന് നടക്കാൻ പോകുമ്പോൾ, നമ്മുടെ ഫ്രണ്ടിനൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ, ഇതൊക്കെയാണ് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ ശരിക്കും മീനിങ് ഫുൾ ആക്കുന്നത്, നല്ല നല്ല മെമ്മറീസ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആവണം എന്നൊന്നുമില്ലല്ലോ. ബട്ട് എഗെയിൻ ഞാൻ പറയാണ്, ഞാനീ പറഞ്ഞു വരുന്നത് നിങ്ങൾ വലിയ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നല്ല. നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ ഗോ ചേസ് ഇറ്റ്, ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ സെൽഫ് വർത്ത് ഉണ്ടല്ലോ, നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കമായിട്ട് ടൈ ചെയ്യാതിരിക്കുക. നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിലും ശരി, ബെസ്റ്റ് അല്ലെങ്കിൽ ശരി, ആസ് എ പേഴ്സൺ എന്ന നിലയിൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും. യു ഡിസേർവ് ഹാപ്പിനെസ്, ലവ് ആൻഡ് റെസ്പെക്റ്റ്. പിന്നെ ഫെയിലിയർ, പരാജയവും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഏറ്റവും സക്സസ്ഫുൾ ആയുള്ള ആൾക്കാർ തന്നെ എത്രയോ പ്രാവശ്യം ഫെയിലായി പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഫെയിലിയേഴ്സ് ഒന്നും അവരെ ഡിഫൈൻ ചെയ്യാനായിട്ട് അവർ അനുവദിച്ചിട്ടുണ്ടാവില്ല. ദേ കെപ്റ്റ് ഗോയിങ്. അവർ പിന്നെയും എഴുന്നേറ്റ് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കരുത്. ഡോണ്ട് ബീറ്റ് യുവർ സെൽഫ് അപ്പ്. യു ആർ സ്റ്റിൽ ഗ്രോയിങ്, യു ആർ സ്റ്റിൽ ലേണിംഗ്. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ ആവറേജ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു സൂപ്പർ പവറാണ്. എങ്ങനെയാണെന്നല്ലേ,
നമുക്ക് ഈ ബെസ്റ്റ് ആവണം, ഈ ബെസ്റ്റ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒബ്സസ്ഡ് ആവാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്, ആസ്വദിക്കാനായിട്ട് കുറച്ചുകൂടി കൂടുതൽ സമയം കിട്ടുകയാണ് അല്ലേ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ആരോഗ്യം, യുവർ പാഷൻ, ഇതിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആരുടെ മുന്നിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട, ഞാൻ ബെസ്റ്റാണ്, ഞാനാണ് ടോപ്പർ എന്നൊന്നും ആരുടെയും മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതൊരു സൂപ്പർ പവറാണ് അല്ലേ. ഇനി ഒരു ആവറേജ് പേഴ്സൺ ആണ് എന്ന് വിചാരിച്ചിട്ട് അതിനർത്ഥം നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നല്ല. ശരിക്കും ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത് ഈ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഡേ ബൈ ഡേ വർക്ക് ചെയ്ത്, ഡേ ബൈ ഡേ ഷോ അപ്പ് ചെയ്ത് അവരാണ് നമ്മളെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ദാറ്റ്സ് സംതിങ് ടു ബി പ്രൗഡ് ഓഫ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ ടു ബി ആവറേജ്. ഒരു ആവറേജ് ലൈഫിൽ ജീവിക്കുക എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് യുവർ ടൈം ആൻഡ് എൻജോയ് ദ ജേണി. ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു മത്സരമൊന്നുമല്ല. നിങ്ങൾക്ക് നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് ദെൻ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്നവർക്ക് മാത്രം സമ്മാനം, അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഈ സമ്മാനം അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് അത് നമുക്ക് എലോങ് ദ വേ കിട്ടുന്നതാണ്. അതായത് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുട്ടി കുട്ടി മൊമെൻറ്റ്സ്, നമ്മളുടെ നല്ല നല്ല മെമ്മറീസ്, നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളുകൾ, നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലൂടെ കിട്ടിയ നല്ല നല്ല സന്തോഷങ്ങൾ, ഇതൊക്കെയാണ് നമ്മളുടെ ശരിക്കുമുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ പ്രൈസസ് എന്ന് പറയുന്നത്. സോ റിമെമ്പർ, യു ആർ ഇനഫ്. നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിലും ശരി, ആവറേജ് ആണെങ്കിലും ശരി, ഇനി അതല്ല ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഒരാളാണെങ്കിലും ശരി, ഇറ്റ്സ് ഓക്കെ. യു ആർ ഇനഫ്. യുവർ ലൈഫ് മാറ്റേഴ്സ്. യു ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ വേറെ ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫാണ്. സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, നിങ്ങളുടെ ഓൺ ടേംസിൽ ജീവിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെ വട്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ like, share and follow for more. Have a great day.